വണക്കം. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ കൂറ പാർട്ടി. ഈ കൂറ പാർട്ടി തുടങ്ങിയതിനു പിന്നാലെ വലിയ കോലാഹലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകും. നമ്മുടെ രാജ്യത്തെ ജൻസി സമൂഹം തെരുവിലിറങ്ങും. പോരാത്തതിന് നമ്മുടെ രാജ്യത്തെ ജൻസി സമൂഹം ഇപ്പോൾ നരേന്ദ്രമോദിയെ വലിയ താഴെ ഇട്ട് കളയും എന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായി. ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജൻസികൾക്ക് കുടപിടിച്ചുകൊണ്ട് കേരളത്തിലെ കുറേ എണ്ണം ഞാൻ നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ CPM വേണ്ടി കുഴലൂതി കൊണ്ടിരുന്ന കുറേ എണ്ണം ഞങ്ങളിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയിലാണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് ചാടി കയറുകയും ഇവന്മാർക്ക് നമ്മുടെ മാധ്യമങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ ഇവന്മാർ അന്തിച്ചർച്ചയ്ക്കൊക്കെ വിളിച്ചിരുത്തി സംസാരിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ അന്തിച്ചർച്ച കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവൻ CPM CPI സപ്പോർട്ട് ചെയ്യുന്ന, അതായത് അസന്നിഗ്ധമായി അന്തത്തിനും അപ്പുറം അങ്ങനത്തെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണ്. അങ്ങനെയുള്ളവന്മാരൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കകത്ത് ചേർന്നുകൊണ്ട് ഞങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കൂടെയാണ്. യവന്മാരുടെ വലിയ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് കേരളത്തിലെ യവന്മാരെ കുറ്റം പറയുന്നത് VD സതീഷിനെയാണ്. കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ യവന്മാർ കോൺഗ്രസിൻ്റെ കൂടെയാണ്. എന്നാൽ സമര പോരാട്ട വീര്യങ്ങളിലേക്ക് വരുമ്പോൾ യവന്മാർ CJPയുടെ കൂടെയാണ്. അതായത് പലപ്പോഴും പല തന്തമാരുള്ള ടൈപ്പാണ് യവന്മാർ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പലതന്തയ്ക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട്. ഈ ചൊല്ല് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്യാം പുഷ്കരൻ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ ബയോളജിക്കലി സാധ്യമല്ല, എല്ലാവരും ഒരു തന്തയ്ക്ക് തന്നെയാണ് പറക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴാ ചൊല്ല് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് പല നിലപാടുകളുള്ള ആൾക്കാരെയാണ് നമ്മൾ പല തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. CJP എന്ന് പറയുന്ന പാർട്ടി തുടങ്ങിയതിനു ശേഷം അതിന് 22.9 മില്യൺ ഫോളോവേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. സോഷ്യൽ മീഡിയയിൽ 22.9 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായ ശേഷം യവന്മാർ ഒരു ആഹ്വാനം നടത്തിയ ആഹ്വാനം എന്ന് പറയുന്നത് BJPയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ കരോ എന്നാണ് അവന്മാർ സോഷ്യൽ മീഡിയയിൽ ഒരു ആഹ്വാനം നടത്തിയത്. ആ ആഹ്വാനം പുറത്തു വന്നതിന് ശേഷം 22.9 മില്യണുള്ള കോക്രോച്ച് ജനതാ പാർട്ടി 22.6 മില്യണിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഞാനും കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് വേണമല്ലോ, അതുകൊണ്ടാണ്. എന്തായിരുന്നാലും ഇവന്മാരുടെ വ്യൂസ് എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ ഒരു വീഡിയോ ഇടുമ്പോൾ 50 മില്യൺ വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 8 മില്യൺ, 9 മില്യൺ, 2 മില്യൺ, 5 മില്യൺ ഒക്കെ ഇങ്ങനെ ഇഴഞ്ഞു കയറിയാലായി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് 22.9 മില്യണുള്ള യുവമാരുടെ സബ്സ്ക്രൈബേഴ്സ് 2 ലക്ഷം കുറഞ്ഞ് 22.6 8.7 BJPയുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 10 മില്യണോട് അടുക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ കൂറ പാർട്ടി തനി കൂറയാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നമ്മുടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതാണ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇവന്മാരുടെ X അക്കൗണ്ട് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ അക്കൗണ്ട്, X അക്കൗണ്ട്, ട്വിറ്റർ, ഈ അക്കൗണ്ട് കേന്ദ്രം എടുത്ത് തോട്ടിക്കളഞ്ഞു. മക്കളെ, നിങ്ങൾ കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ഒരു ദേശവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എടുത്ത് തോട്ടിക്കളയുമെന്ന് പറഞ്ഞു. യവന്മാർ അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. കാരണം എന്തൊരു പറഞ്ഞാലും യവന്മാർക്ക് തെരുവിലിറങ്ങണം. ജഗതി പറയും പോലെ എവിടെ തിരിഞ്ഞാലും അടി, അടിമാലി ഫാമിലി എന്ന് പറയും പോലെ യവന്മാർക്ക് എന്ത് പറഞ്ഞാലും യവന്മാർക്ക് തെരുവിലോട്ട് ഇറങ്ങണം. യവന്മാർക്ക് 370 തിരിച്ചു കൊണ്ടുവരണം. യവന്മാർക്ക് ഇപ്പോൾ രാമക്ഷേത്രം പൊളിക്കണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നിൻ്റെയൊക്കെ മനസ്സിൽ അതാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നിനക്കിപ്പം കശ്മീർ എടുത്ത് പാകിസ്ഥാന് കൊടുക്കണം, നിനക്കിപ്പോൾ അവിടെ നിന്ന് രാമക്ഷേത്രം പൊളിക്കണം, നിനക്ക് GST ക്യാൻസൽ ചെയ്യണം, നിനക്ക് നോട്ട് നിരോധനം തിരിച്ചു കൊണ്ടുവരണം, നിനക്ക് അതിർത്തിയിൽ വേലി കെട്ടാൻ പാടില്ല, നിനക്ക് പട്ടാളക്കാർക്ക് നല്ല റഫേൽ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നിൻ്റെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പറയുന്നത് വേറെ ടൈപ്പിലാണെന്നേ ഉള്ളൂ. അതായത് പറയുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി കശ്മീരിലെ ജനങ്ങളെ വളരെയധികം പീഡിപ്പിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു അറുതി വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വരിയാഹാരം തന്നെയാണല്ലോ കഴിക്കുന്നത്. എന്തായാലും ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ X അക്കൗണ്ട് ഒന്ന് പുനഃസ്ഥാപിച്ച് തരണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയ അഭിജിത് DKയുടെ ആസനത്തിൽ കൂടെ കുന്തം കെട്ടിയിരിക്കുകയാണ് നമ്മുടെ ജഡ്ജി. ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് യവനെ കണ്ടം വഴി ഓടിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമൂഹിക ആക്ഷേപഹാസ്യത്തിനാണ് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഉമ്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നീയൊക്കെ ആദ്യം പറഞ്ഞത് പോരാട്ടത്തിനാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നതെന്നാണല്ലോ. എന്തായിരുന്നാലും ആം ആദ്മി പാർട്ടിയുടെ അഭിജിത് ദീപ്കെ അക്കൗണ്ട് തുടങ്ങിയ ശേഷം 24-ാം തീയതി, അതായത് മെയ് 24-ാം തീയതി കർണാടകയിൽ ഞങ്ങളിറങ്ങി സ്തംഭിപ്പിക്കും എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. 24-ാം തീയതി ഇവന്മാർ ഇറങ്ങുമെന്ന് പറഞ്ഞത് കേട്ടുടനെ കർണാടക പോലീസ് അവിടെ ലാത്തിയിൽ നല്ല രീതിയിൽ കാന്താരി മുളക് അരച്ച് തേച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയിട്ട് ഐ ആം ത്രിൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. 24-ാം തീയതി എന്നല്ല 25-ാം തീയതി പോലും യവന്മാരിൽ ഒരെണ്ണത്തിനെ മഷിയിട്ട് നോക്കിയിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇറങ്ങുമെന്ന് പറയണതല്ലാതെ എവിടെ കമോൺ എന്ന് പറയേണ്ട അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ തെരുവിലിറങ്ങിയല്ലോ എന്ന് യവന്മാർ പറയുന്നുണ്ട്. 4, 3, 7 പേര് തികച്ചില്ല. 4, 3, 7 പേര് തികച്ചില്ലാത്തവന്മാരാണ് തമിഴ്നാട്ടിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായിരുന്നാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി
അതിൻ്റെ എക്സ് അക്കൗണ്ട് പുനഃസ്ഥാപിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് വേണ്ട എന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. ആക്ഷേപഹാസ്യത്തിന് വേണ്ടി ഉള്ളൊരു കോളിളക്കം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്ന് യുവമാർ പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ ഡൽഹി ഹൈക്കോടതി, അതായത് കേന്ദ്ര സർക്കാർ എടുത്ത് തോട്ടിക്കളഞ്ഞല്ലോ, അതിനെ ഡൽഹി ഹൈക്കോടതി യുവമാർ പോയി ചോദ്യം ചെയ്തു. ഈ വിഷയത്തിൽ വാദം കേട്ട ജസ്റ്റിസ് പുരുഷേന്ദ്ര കുമാർ കൗരവ് പ്രതികരണം തേടി കേന്ദ്ര സർക്കാരിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിനും ഔദ്യോഗിക നോട്ടീസ് അയച്ചു. എന്നിരുന്നാലും ഈ അക്കൗണ്ട് ഉടൻ സജീവമാക്കുന്നതിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റേതെടുക്കാം, സംഘി കോടതി എന്നുള്ളൊരു സാധനം എടുക്കാം. എന്തായാലും ജഡ്ജി പറഞ്ഞിരിക്കുന്നത് മക്കളെ ഈ ഉത്തരവ് വരുന്നത് വരെ ഇത് തിരിച്ചു തരാനുള്ള ഒരു നടപടിയാണല്ലോ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് തീർപ്പാവണം. ഈ കേസ് തീർപ്പാവുന്നത് വരെയെങ്കിലും ആ എക്സ് അക്കൗണ്ട് ഒന്ന് തുറന്നു തന്നൂടെ? നമ്മുടെ ആൾക്കാരൊക്കെ കലാപകലുഷിതരായി, കലാപത്തിൻ്റെ വീര്യം കൈകളിൽ ഏന്തി നിൽക്കുകയാണ്, അതൊന്ന് തുറന്നു തരൂ എന്നവന്മാർ പറഞ്ഞ ആ സാഹചര്യത്തിൽ പറ്റത്തില്ല, അത് തുറന്നു തരാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കേസ് കേൾക്കുന്നത് വരെ ഇടക്കാല ആശ്വാസമായി തൻ്റെ എക്സ് അക്കൗണ്ട് അൺബ്ലോക്ക് ചെയ്ത് തരണമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗം കേൾക്കാതെ അത്തരമൊരു ഉത്തരവ് പാസ്സാക്കാൻ കഴിയില്ല എൻ്റെ പൊന്നുമോനെ, നിപ്പോം മോനെ ദിനേശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ദൂരവ്യാപകമായിരിക്കും. ഹർജിക്കാരൻ്റെ വാദങ്ങളിൽ സത്യമുണ്ടാകാം, പക്ഷേ ഈ വിഷയത്തിൻ്റെ അന്തരഫലങ്ങളും മാനങ്ങളും വളരെ വലുതാണ്. എതിർകക്ഷി കേന്ദ്ര സർക്കാർ അവരുടെ ഭാഗം അവതരിപ്പിക്കുന്നതിന് ശേഷം മാത്രമേ മുഴുവൻ വിഷയവും സമഗ്രമായി പരിഗണിക്കൂ. വിശദമായ മറുപടി സമർപ്പിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചത്തെ സമയം കൊടുത്തു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും ജഡ്ജി സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും. അതായത് സുപ്രീം കോടതി ജഡ്ജിമാരെ തെറി പറഞ്ഞുകൊണ്ടാണ് CJP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി യവന്മാർക്കെതിരെ, അതായത് നമ്മുടെ നാട്ടിലെ യൂത്ത്, അൺഎംപ്ലോയ്ഡ് യൂത്ത് പാറ്റകളെ പോലെയാണ്, വെറുതെ മൊബൈലിൽ ഞോണ്ടി ഇരിക്കും എന്നാണ് സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്. ഈ സുപ്രീം കോടതി ജഡ്ജിക്കെതിരെയാണ് യവന്മാർ അക്കൗണ്ട് തുടങ്ങിയത്. പതിയെ യവന്മാർ മോദിക്കെതിരെയായി, രാജ്യത്തിനെതിരെയായി, പട്ടാളത്തിനെതിരെയായി, അങ്ങനെ ഇതിനെ ഇങ്ങനെ വളച്ചൊടിച്ചെടുക്കുകയായിരുന്നു. ഇത് കേട്ടോണ്ടിരുന്ന ജഡ്ജി കൊള്ളാം, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് നമ്മളെടുത്ത് തന്നെ വന്ന് പറയുന്നത് ഇത് തുറന്നു തരാം, ഇങ്ങത്താ ഞാൻ തുറന്നു തരാം എന്നായിരിക്കും സത്യം പറഞ്ഞാൽ ജഡ്ജി മനസ്സിൽ വിചാരിച്ചത്. എന്തു തന്നെയായിരുന്നാലും കോക്രോച്ച് ജനതാ പാർട്ടി അതിഭീകരമായിട്ടുള്ള പ്രൊമോഷനായിരുന്നു സാറ്റലൈറ്റ് മീഡിയാസ് കൊടുത്തിരുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി യവന്മാരെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പ് നടക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വാർത്തകൾ സാറ്റലൈറ്റ് മീഡിയാസ് പോലും കൊടുക്കാറില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ളൊരു മരണത്തിലേക്ക് പോവുകയാണോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് സത്യം പറഞ്ഞാൽ പല ആൾക്കാരും ആലോചിക്കുന്നത്. അങ്ങനെ പോകരുത്. ആ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായുണ്ടായ ആ പ്രതിഷേധം, അടികൊണ്ട് നീയൊക്കെ ഓടുന്ന കാഴ്ച, കർഷക സമരത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധം, അടികൊണ്ട് നീയൊക്കെ അപ്പിയിടുന്ന കാഴ്ച, അങ്ങനൊരു കാഴ്ച കാണാനുള്ള ഭാഗ്യം എനിക്ക് തരില്ലേ? കണ്ടന്റിന് ക്ഷാമം നേരിടുന്ന ഈ കാലത്ത് തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പറഞ്ഞ് സർക്കാർ നിന്നെയൊക്കെ ചുരുട്ടി കൂട്ടുന്നത് കണ്ട് ആ വാർത്ത വായിക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് തരില്ലേ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ശരി.